ഇക്ഷിയാവോയുടെ സർജറി കഴിഞ്ഞുള്ള റിക്കവറിയുടെ ഭാഗമായിട്ട് ഷുയെയും അവളെയും കുട്ടികളെയും മാർക്കറ്റിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതും അവിടെ ഒരു കടയിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുമ്പ് വൂയിങ്ങുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആ പെൺകുട്ടിയെ ഇക്ഷിയാവോ അവിടെ വെച്ച് കാണുന്നതും അവളെ ഫോളോ ചെയ്ത് ഒരു വീടിന് മുന്നിൽ എത്തുന്നതും വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു നിർത്തിയത്. അത് ശരിക്കും വീടായിരുന്നില്ല, ആ ഡാൻസ് ഹൗസിൻ്റെ പുറകോശമായിരുന്നു. ജീഷുവിൽ വെച്ച് മെങ്ജുങ്റാൻ സഞ്ചരിച്ച കുതിരവണ്ടിയും അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇക്ഷിയാവോ കാണുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരനോട് അത് ആരുടേതാണ് എന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ ആദ്യം അത് പറയാൻ തയ്യാറാവുന്നില്ല. പിന്നെ അയാൾക്ക് കുറച്ച് കാശൊക്കെ കൊടുത്ത ശേഷം അവൾ വീണ്ടും അന്വേഷിച്ചപ്പോൾ അത് ആ ഡാൻസ് ഹൗസിലെ റുയാൻ്റെയാണ് എന്ന് അവൾക്കറിയാൻ സാധിക്കുന്നു. അന്ന് റുയാൻ അവിടെ ഇല്ല, അടുത്ത ദിവസമേ എത്തുകയുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് അവൾ ആ ഡാൻസ് ഹൗസിനുള്ളിൽ കയറി റുയാൻ്റെ റൂം കണ്ടെത്തുന്നു. എന്നിട്ട് അതിനുള്ളിൽ കയറി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് റുയാൻ്റെ റൂമിൻ്റെ ജനാലയ്ക്കടുത്ത് നിന്ന് നോക്കിയാൽ ഇവർ നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആ കട വളരെ വ്യക്തമായി കാണാമെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അന്ന് വൂയിങ് അവിടെ വന്ന് നിന്ന സമയത്ത് റുയാൻ അവളെ കണ്ടിട്ടാവണം ആ സർവൻറ്റിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ച് ആ മെസ്സേജ് നൽകിയതെന്ന് ഇക്ഷിയാവോ ഊഹിക്കുന്നു. എന്തായാലും തൽക്കാലം അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് അവൾ ഷുയെങ്ങിനെയും കുട്ടികളെയും കൂട്ടി തിരികെ പോകുന്നുണ്ട്. അവർ തിരികെ സുയിഗയുടെ വീടിന് മുന്നിലെത്തിയ സമയത്ത് ഷുഗയും ബാക്കിയുള്ളവരുമൊക്കെ ആകെ വിഷമിച്ച് ഇവരെ നോക്കി നിൽക്കുകയാണ്. താനിങ്ങനെ പുറത്തു പോയതിന് സുയിഗ തിരികെ വന്ന് തന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, അതിനായിരിക്കണം ഇവരിങ്ങനെ നിൽക്കുന്നതെന്നാണ് ഇക്ഷിയാവോ കരുതിയത്. എന്തായാലും സുയിഗ അകത്തുണ്ട് എന്നറിഞ്ഞ് അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് കൊട്ടാരത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ രാജാവിന് സംഭവിച്ചതിനെക്കുറിച്ചൊക്കെ സുയിഗ അവളോട് പറയുന്നുണ്ട്. പിന്നെ തനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ തനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് അവളും പറയുന്നു. ആദ്യം അവനോട് തന്നെ പറയാൻ അവൾ പറയുന്നുണ്ട്. എങ്ങനെ അവതരിപ്പിക്കണമെന്ന് സംശയിച്ച് കുറച്ച് മടിയോടെയൊക്കെയാണ് സുയിഗ കാര്യം അവളോട് പറയുന്നത്. അവളും കുട്ടികളും എത്രയും പെട്ടെന്ന് ഷുയെങ്ങിനൊപ്പം അവരുടെ ആ പഴയ വില്ലേജിലേക്ക് തിരികെ പോകാനാണ് അവൻ അവളോട് ആവശ്യപ്പെടുന്നത്. ആദ്യം അത് കേട്ടപ്പോൾ ഇക്ഷിയാവോ ഒന്ന് വല്ലാതെ ആവുന്നുണ്ട്. പിന്നെ അവന് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലാവുന്നു. രാജാവ് ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുന്നു, അദ്ദേഹം എപ്പോഴാണ് ഉണരുന്നതെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറും. ആ സമയത്ത് താൻ ഇവിടെ നിൽക്കുന്നത് സുയിഗയ്ക്ക് ദോഷം ചെയ്യുമെന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ നീയാണ് എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് മനസ്സിലായി കഴിഞ്ഞു. മുമ്പ് ഷിയാങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, അതിനെനിക്ക് സാധിച്ചില്ല. ഇനി നിന്നെ കൂടി നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തൽക്കാലം അവൾ അവിടെ വിട്ട് പോകാനാണ് അവൻ അവളോട് പറയുന്നത്. അവൾ ഒരു എതിർപ്പുമില്ലാതെ അത് സമ്മതിക്കുന്നുണ്ട്. പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ അപ്പോൾ തന്നെ പുറപ്പെടാമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ കുട്ടികളെ വിളിച്ചിട്ട് അവരുടെ വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോളാൻ അവൾ പറയുന്നുണ്ട്. അവൾക്ക് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതെന്താണെന്ന് സുയിഗ ചോദിക്കുന്നുണ്ടെങ്കിലും ഇനി അത് പറയേണ്ട കാര്യമില്ല എന്നാണ് അവൾ പറയുന്നത്. എന്തായാലും തൽക്കാലം തൻ്റെ സംശയത്തെക്കുറിച്ചൊന്നും അവൾ അവനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവൻ്റെ ശ്രദ്ധ മാറ്റാൻ അവൾ ഉദ്ദേശിക്കുന്നില്ല. അവൾ പിന്നെ അകത്തേക്ക് എന്ന് ഷുയെങ്ങിനോടും വിവരം പറഞ്ഞ് അപ്പോൾ തന്നെ അവിടെ നിന്ന് പുറപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നു. താനും കൂടി വന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഷുയെങ് എന്ന് അമ്പരക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ പുറപ്പെട്ടു പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇക്ഷിയാവോ വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവരെ എല്ലാവരെയും കൂട്ടി അവിടെ നിന്ന് പുറപ്പെടുന്നു. ഷുഗയ്ക്കൊക്കെ ഇവളിങ്ങനെ അവിടെ നിന്ന് പോകുന്നതിൽ ശരിക്കും നല്ല ആശങ്കയുണ്ട്. സുയിഗയാണെങ്കിൽ അവൾ പോകുന്നത് കാണാൻ പോലും വരാതെ അകത്ത് തന്നെ വിഷമിച്ചിരിക്കുകയാണ്. അവർ മൂന്നുപേരും കൂടി അവൻ്റെ അടുത്ത് നിന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവളെ വിടരുത് തടയാനൊക്കെ പറയുന്നുണ്ടെങ്കിലും സുയിഗ അതിന് തയ്യാറാവുന്നില്ല. പിന്നെ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 2 കാവൽക്കാരെ പറഞ്ഞയക്കാൻ അവൻ നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ 2 ഗാർഡ്സ് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ ഒരു സ്ഥലത്ത് വെച്ച് വഴി തിരിയുന്ന ഭാഗത്ത് ഇക്ഷിയാവോ അവരുടെ കണ്ണിൽപ്പെടാതെ വേഗം വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി ഒളിച്ചു നിൽക്കുന്നുണ്ട്. അവൾ അതിൽ നിന്ന് ഇറങ്ങിയത് അവർ കാണുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന വണ്ടിയെ ഫോളോ ചെയ്ത് അവർ പിന്നാലെ പോകുന്നുണ്ട്. രാത്രി ആ കുതിരവണ്ടി എവിടെയോ ക്യാമ്പ് ചെയ്യുന്നത് വരെ ഇവർ അവർക്ക് പിന്നാലെ പോകുന്നുണ്ട്. അതിനുശേഷം തിരികെ സുയിഗയുടെ അടുത്തെത്തി ആ രാത്രി ക്യാമ്പ് ചെയ്യുന്ന സമയം വരെ ഇക്ഷിയാവോയെ ആ വണ്ടിയിൽ കണ്ടില്ല എന്നും അവൾ ഇടയ്ക്ക് വെച്ച് അതിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് തോന്നുന്നതെന്നും ഉള്ള വിവരം അവർ പറയുന്നുണ്ട്. ഇക്ഷിയാവോ പോയി കാണില്ല എന്ന് സുയിഗയ്ക്ക് മനസ്സിലാവുന്നു. അവനത് പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരുന്നു. എന്തായാലും അതിനു പുറകെ അന്വേഷിച്ച് പോകാൻ അവൻ പറയുന്നില്ല. ഷുയെങ്ങും കുട്ടികളും സേഫായിട്ട് ആ വില്ലയിൽ തിരികെ എത്താൻ വേണ്ടി ആരെങ്കിലും 2 പേരെ പ്രൊട്ടക്ഷൻ അയക്കാൻ അവൻ ഓർഡർ നൽകുന്നുണ്ട്. ഇക്ഷിയാവോ ആ സിറ്റിയിൽ തന്നെ മറ്റൊരിടത്ത് ഒളിച്ച് താമസിച്ചുകൊണ്ട് മെങ്ജുങ്റാൻ ധരിച്ചിരുന്നത് പോലെയുള്ള ഒരു മാസ്ക് ഒരു കൊല്ലനെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നു. ഇങ്ങനെ ഒരു മാസ്ക് താൻ ഉണ്ടാക്കിയ കാര്യം മറ്റാരോടും പറയരുതെന്ന് പറഞ്ഞ് അവൾ കുറേ പണമൊക്കെ നൽകുന്നുണ്ട്. എന്നിട്ട് അവൾ ആ മാസ്ക് റുയാൻ്റെ മുറിയിൽ കൊണ്ട് വെച്ചിട്ട് ഒളിച്ചു നിൽക്കുന്നു. മുറിയിലെത്തിയ റുയാൻ കയറി വന്നപ്പോൾ തന്നെ ഈ മാസ്ക് ഇരിക്കുന്നത് കണ്ട് ഓടിച്ചെന്ന് അതെടുത്ത് നോക്കിയപ്പോഴേക്കും അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്ന ഇക്ഷിയാവോ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. റിയാൻ്റെ ആ റിയാക്ഷനിൽ നിന്ന് അവൾക്ക് ആ മാസ്ക് കണ്ട് നല്ല പരിചയമുണ്ട് എന്ന് ഇക്ഷിയാവോയ്ക്ക് മനസ്സിലാവുന്നു. പക്ഷേ ഇക്ഷിയാവോ എത്ര ചോദിച്ചിട്ടും തനിക്ക് ആ മാസ്ക് മുമ്പ് കണ്ട് പരിചയമൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു വൃത്തികെട്ട മാസ്ക് ഇവിടെ ഇരിക്കുന്നത് കണ്ട് താൻ എടുത്ത് നോക്കിയതാണ് എന്നൊക്കെയാണ് റുയാൻ പറയുന്നത്. അവൾ സത്യം പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവളുടെ ബെഡിൽ തന്നെ ബോധം കെടുത്തി ഇരുത്തിയിട്ടുണ്ടായിരുന്ന ആ സെർവൻറ്റിനെ ഇക്ഷിയാവോ റുയാനെ കാണിച്ചു കൊടുക്കുന്നു. അതോടെ അവൾ ശരിക്കും പേടിക്കുന്നുണ്ട്. അവൾ എല്ലാം സമ്മതിച്ചു കഴിഞ്ഞു.
ഡെത്ത് ക്യാമ്പിൻ്റെ മാസ്റ്ററായിട്ടുള്ള വൂയിങ് നിൻ്റെ ഓർഡർ അനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ നിനക്ക് അതിന് തക്കവണ്ണം ഇക്കാര്യത്തിൽ ഇടപാടുണ്ടായിട്ടായിരിക്കുമല്ലോ. ആരാണ് മെങ്ജുൻറാൻ എന്ന് പറയാനൊക്കെ ഇക്ഷ്യാവോ അവളോട് പറയുന്നുണ്ടെങ്കിലും റുയാൻ തനിക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെന്ന് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അവസാനം മറ്റു വഴിയൊന്നുമില്ലാതെ ഇക്ഷ്യാവോയ്ക്ക് അവളെ തട്ടിക്കൊണ്ട് പോകേണ്ടി വരുന്നുണ്ട്. പക്ഷെ അവിടെ ചെന്ന് ചോദ്യം ചെയ്തപ്പോഴും റുയാൻ ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല. ഞാൻ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നോളാൻ റുയാൻ പറയുന്നുണ്ട്. ഇക്ഷ്യാവോ ഒരു കത്തിയെടുത്ത് അവളുടെ മുന്നിലേക്ക് ഇട്ടിട്ട് ഞാൻ നിന്നെ കൊല്ലുന്നില്ല, നീ തന്നെ സ്വന്തമായിട്ട് മരിച്ചോളാൻ പറയുന്നു. റുയാൻ ആ കത്തിയെടുത്ത് കഴുത്തിന് നേരെ പിടിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവൾക്ക് അങ്ങനെ മരിക്കാനുള്ള ധൈര്യമില്ല എന്ന് ഇക്ഷ്യാവോയ്ക്ക് മനസ്സിലാവുന്നു. നീ മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്, എവിടെയാണ് കഴുത്ത് അറക്കേണ്ടതെന്നൊക്കെ ഇക്ഷ്യാവോ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അങ്ങനെ ചെയ്തോളാനും പറയുന്നു. പക്ഷേ റുയാൻ അതിന് ധൈര്യമില്ലാതെ കത്തി താഴെ ഇടുന്നുണ്ട്. ഇക്ഷ്യാവോ സത്യത്തിൽ അവളിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല അവളെ തട്ടിക്കൊണ്ട് വന്നത്. പിന്നെ അവളെ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതിന് തെളിവുകൾ പലയിടത്തും അവൾ അവശേഷിപ്പിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ മെങ്ജുൻറാൻ ഇന്ന് ഉറപ്പായിട്ട് നിന്നെ കൊല്ലാൻ ഇവിടെ ആളെ അയക്കുമെന്ന് ഇക്ഷ്യാവോ അവളോട് പറയുന്നു. പക്ഷേ റുയാൻ അത് വിശ്വസിക്കുന്നില്ല. അവൾ അത്രയധികം മെങ്ജുൻറാനെ വിശ്വസിക്കുന്നുണ്ട്, അതേപോലെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് പോലെ നിന്നെ കൊല്ലാൻ ഇവിടെ ആൾ വരികയാണെങ്കിൽ നീ എന്നോട് സത്യം പറയാൻ തയ്യാറാവണം. അതല്ല അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് വിടാൻ ഞാൻ തയ്യാറാണ് എന്ന് ഇക്ഷ്യാവോ അവളോട് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മെങ്ജുൻറാൻ വൂയിങ്ങും അവളുടെ ഡെത്ത് ക്യാമ്പിലെ മെമ്പേഴ്സുമായിട്ട് സിറ്റിക്ക് പുറത്ത് നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ ശത്രുരാജ്യത്തെ ആളായതുകൊണ്ട് വൂയിങ്ങിന് ഇവൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഷാജിങ്ഷി ഓർഡർ നൽകിയത് കൊണ്ട് മാത്രമാണ് അവൾ ഇതിന് കൂടെ നൽകുന്നത്. ആരെയോ കൊല്ലാനുള്ള ഓർഡറാണ് അവനിപ്പോൾ അവർക്ക് നൽകുന്നത്. രാജാവിൻ്റെ കണ്ടീഷൻ പേടിക്കേണ്ട അവസ്ഥയിലല്ല, അദ്ദേഹം ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ ലിങ്ഫങ് അടുത്ത ദിവസം ഒരാൾ വഴി സുയികയെ വിവരം അറിയിക്കുന്നുണ്ട്. പിന്നെ സുയികയുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഒരു മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷനും അദ്ദേഹം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അവൻ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഡാൻസ് ഹൗസിൽ നിന്ന് റുയാൻ എന്നൊരു ഡാൻസറെ മിസ്സിംഗ് ആയിട്ടുണ്ട് എന്ന് ഷുഗ അവൻ്റെ അടുത്ത് വന്ന് വിവരം പറയുന്നത്. ഈ റുയാനെ സുയികയ്ക്ക് നേരത്തെ അറിയാമല്ലോ, അതുകൊണ്ട് അവൾ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇക്ഷ്യാവോ ആയിരിക്കും അതിൻ്റെ പിന്നിലെന്ന് അവന് സംശയം തോന്നുന്നു. അടുത്ത ദിവസം എന്തായാലും റുയാനെ അന്വേഷിച്ച് ആരെങ്കിലും ഒഫീഷ്യൽസൊക്കെ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. അവരെ അതിനെ അനുവദിക്കാതെ അവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഷുഗയ്ക്ക് ഓർഡർ നൽകുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഷുഗയ്ക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവൻ അത് അതേപോലെ അനുസരിക്കുന്നു. അടുത്ത ദിവസം ഇക്ഷ്യാവോ മാർക്കറ്റിലെത്തി ഒരു നായയെ വാങ്ങുന്നുണ്ട്. ഈ സമയത്താണ് റുയാനെ അന്വേഷിച്ചുള്ള ഒഫീഷ്യൽസ് അതുവഴി വരുന്നത്. അവർ മുന്നിൽ കാണുന്നവരെയൊക്കെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുന്നിലായി ഉണ്ടായിരുന്ന ഇക്ഷ്യാവോയെയും അവർ പിടിച്ചു നിർത്തേണ്ടതായിരുന്നു. ഈ സമയത്താണ് ഷുഗയും അവൻ്റെ കുറച്ച് ആൾക്കാരും കൂടി അങ്ങോട്ടേക്ക് വന്നിട്ട് വെറുമൊരു ഡാൻസറെ കാണാതായി എന്ന് പറഞ്ഞ് ഇവർ ഒഫീഷ്യൽസ് എല്ലാം കൂടി ഇങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ചെയ്യാനില്ലേ, വേറെ പണി നോക്കി പോകാൻ പറഞ്ഞ് അവരെല്ലാം അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. അന്ന് പറഞ്ഞത് ഷുഗയും സംഘവും ആയതുകൊണ്ട് അവർക്കത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അവർക്ക് അവിടെ നിന്ന് പോവേണ്ടി വരുന്നു. അതുകൊണ്ട് ഇക്ഷ്യാവോ അവരുടെ മുന്നിൽ പെടുന്നില്ല, ഷുഗയും അവളെ കാണുന്നില്ല. സുയിക താനായിരിക്കും റുയാനെ തട്ടിക്കൊണ്ട് പോയെന്ന് മനസ്സിലാക്കി തന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രിൻസസ് ഷാജിങ്ഷിയോടൊപ്പം അവിടെ നിന്ന് ഓടിപ്പോയ സമയത്ത് ഷുഗയും ബാക്കി കുറേ സൈനികരുമൊക്കെ സഞ്ചരിച്ച കുതിരകൾക്ക് സുഖമില്ലാതെ ആയിരുന്നല്ലോ. അവർക്ക് വിഷം നൽകിയത് ആരാണ് എന്ന് കണ്ടുപിടിച്ചു. പക്ഷേ അയാൾ ഓൾറെഡി കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്നൊക്കെ സുയികയുടെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സുയിക അത് ഊഹിച്ചിരുന്നവനാണ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കണം ഇതിന് പിന്നിലെന്നും അവൻ ഊഹിക്കുന്നുണ്ട്. എന്തായാലും തൽക്കാലം അതിന് പിന്നാലെ പോകണ്ടെന്ന് അവൻ പറയുന്നു. ഈ സമയത്താണ് മിനിസ്റ്റർ ഷെൻവു അവനെ കാണാനായി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. പ്രിൻസസിന് വേണ്ടി രാജാവ് കുറച്ച് ഡൗറി റെഡിയാക്കിയിരുന്നല്ലോ, അതൊക്കെ അവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ഒത്തു നോക്കുന്നതിന് വേണ്ടിയിട്ട് അവനെ ക്ഷണിക്കാനായിരുന്നു ഷെൻവു വന്നത്. രാജാവ് ഇപ്പോൾ ആ ഒരു കണ്ടീഷനിലായതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് മേൽനോട്ടം വഹിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇവനെ ബുദ്ധിമുട്ടിക്കാനായി വന്നിരിക്കുന്നത്. താൻ നേരിട്ട് അങ്ങോട്ട് ചെന്ന് അത് പരിശോധിക്കാമെന്ന് അവൻ പറയുന്നു. അങ്ങനെ ഷെൻവുവിൻ്റെ കൂടെ അവൻ പോകുന്നുണ്ട്. ഷാജിങ്ഷിയുടെ സംഘം ആ തലസ്ഥാന നഗരിയിലേക്ക് എത്താറായിരിക്കുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ അങ്ങോട്ടേക്ക് തിരികെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സിറ്റി എത്താറായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന് പഴയ ചില ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. മുമ്പത്തെ രാജാവായിരുന്ന ഇവൻ്റെയും ഷാജിങ്യാൻ്റെയും ഒക്കെ അച്ഛൻ മരിച്ച സമയത്ത് രാജ്ഞി ഇവനെ അടുത്തേക്ക് വിളിപ്പിച്ചിട്ട് രാജാവ് ഇങ്ങനെ പെട്ടെന്ന് മരിച്ചതുകൊണ്ട് അടുത്തതായിട്ട് രാജാവാക്കേണ്ടത് ആരെയാണ് എന്നൊന്നും അദ്ദേഹം എഴുതി വെച്ചിട്ടില്ല. ഞാൻ നിന്നെ രാജാവാക്കണോ അതോ എൻ്റെ മകനെ രാജാവാക്കണോ എന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ അധികാരമോഹങ്ങളൊന്നുമില്ല എന്നാണ് അവൻ മറുപടി നൽകുന്നത്. പക്ഷേ അവൻ്റെ കഴിവ് കാരണം ഒരുപാട് ഒഫീഷ്യൽസ് അവനെ രാജാവാക്കണമെന്ന് അന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. രാജ്ഞിക്കാണെങ്കിൽ സ്വന്തം മകനെ രാജാവാക്കണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഇവനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് അതിർത്തിയിലേക്ക് അവർ പറഞ്ഞയച്ചത്. മനസ്സോടെ അല്ലെങ്കിലും അന്ന് ജീവൻ നിലനിർത്താൻ ഷാജിങ്ഷിയുടെ മുന്നിൽ ആ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അങ്ങനെ അവിടം വിട്ടു പോയ അവൻ പിന്നെ തിരികെ വരുന്നത് ഇപ്പോഴാണ്. ഈ ഓർമ്മകളൊക്കെ അവനെ അസ്വസ്ഥനാക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ച പ്രിൻസസ് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ഇങ്ങോട്ടേക്ക് തിരികെ വന്നിട്ട് എത്ര കാലമായി എന്നൊക്കെ അന്വേഷിക്കുന്നു. പക്ഷെ അവളങ്ങനെ കയ്യിൽ പിടിച്ച് ഇഷ്ടപ്പെടുന്നില്ല. അവളുടെ കൈയെടുത്ത് മാറ്റിയ ശേഷമാണ് അവൻ മറുപടി നൽകുന്നത്. കുറേ കാലമായി എന്ന് അവൻ പറഞ്ഞപ്പോൾ
അപ്പോൾ കുറേ ഓർമ്മകളൊക്കെ ഇപ്പോൾ അവന് വരുന്നുണ്ടാവുമല്ലോ എന്ന് അവൾ ചോദിക്കുന്നു. ശരിക്കും അവൻ്റെ മനസ്സിലേക്ക് കുറച്ച് ഓർമ്മകളൊക്കെ വരുന്നുണ്ട്, പക്ഷേ വരുന്നതല്ല മോശം ഓർമ്മകളാണെന്ന് മാത്രം. മുമ്പ് ഇവൻ്റെ കഴിവുകളൊക്കെ കാരണം അവൻ്റെ അച്ഛൻ എപ്പോഴും ഇവനെ പുകഴ്ത്തി പറയുമായിരുന്നു. ഷാജിങ്ങാന് അത് ശരിക്കും അസൂയ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവൻ എപ്പോഴും ആരും അറിയാതെ ഇവനെ ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു. ഷാജിങ്ങാൻ ആ രാജ്ഞിയുടെ സ്വന്തം മകനാണ്. ഷാജിങ്ഷി രാജാവിന് അവിടെയുള്ള ഏതോ ഒരു സെർവൻറ്റിലുണ്ടായ മകനുമാണ്. അതുകൊണ്ടാണ് ഷാജിങ്ങാൻ അവനെ പുച്ഛത്തോടെ ട്രീറ്റ് ചെയ്തിരുന്നത്. ഷാജിങ്ങാൻ്റെ കയ്യിൽ നിന്ന് കണക്കില്ലാതെ തല്ലുകൊണ്ട ഓർമ്മകളാണ് ഷാജിങ്ഷിയുടെ മനസ്സിലേക്ക് ഈ സമയത്ത് വരുന്നത്. അത് അവനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടെങ്കിലും അവൻ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. സൂയിക ഈ സമയം പ്രിൻസസിനെ കൊടുത്തയക്കാനുള്ള ഡൗറിയൊക്കെ പോയി ചെക്ക് ചെയ്ത് എല്ലാം കൃത്യമാണെന്ന് ഉറപ്പിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കൊടുത്തയക്കുന്ന കൂട്ടത്തിൽ നേരത്തെ ഷിയാങ്ങിൻ്റെ ഒപ്പമുണ്ടായിരുന്ന സെർവൻസിനെയും അവളുടെ ഗാർഡ്സിനെയും കൂടി പറഞ്ഞയക്കാൻ അവൻ ഓർഡർ നൽകുന്നു. അവൾ ഇത്ര ദൂരത്തുള്ള ഒരു സ്ഥലത്ത് തനിച്ചായിരിക്കുമല്ലോ, അവൾക്ക് സഹായത്തിനാണ് അവരെ അയക്കാനായിട്ട് അവൻ ഓർഡർ നൽകുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഫുയും അങ്ങോട്ടേക്ക് എത്തിയിട്ട് ഫുയിങ്ങിൻ്റെയും സംഘത്തിൻ്റെയും കുറച്ച് വിവരങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അവൻ അറിയിക്കുന്നത്. അങ്ങനെ അവൻ അപ്പോൾ തന്നെ പുറപ്പെടുന്നുണ്ട്. ഇക്ഷ്യാവോ പ്രതീക്ഷിച്ചതുപോലെ അന്ന് രാത്രി റുയാനെ കൊല്ലാനായിട്ട് മെങ്ജുങ്ര പറഞ്ഞയച്ച ആൾക്കാർ എത്തുന്നുണ്ട്. അത് 2 ലേഡീസ് ആയിരുന്നു. റുയാൻ ഇരിക്കുന്ന റൂമിനടുത്തായിട്ട് പുറത്ത് ഇക്ഷ്യാവോ എന്തോ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചവിട്ടിയൊക്കെയാണ് ഇവർ അങ്ങോട്ടേക്ക് വരുന്നത്. എന്തായാലും അവർ റുയാനെ കൊല്ലുന്നതിന് മുമ്പ് ഇക്ഷ്യാവോ അവിടെ എത്തി അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇക്ഷ്യാവോയെ കണ്ടതോടെ അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പക്ഷെ അവരുടെ കാലടയാളമൊക്കെ ആ വീടിന് പുറത്തായി പതിയുന്നുണ്ട്. മെങ്ജുൻറാൻ തന്നെ കൊല്ലാൻ ആളെ വിട്ടു എന്നുള്ളത് റുയാന് വലിയൊരു ഷോക്കായിരുന്നു. ഇക്ഷ്യാവോ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് അവൾക്ക് ബോധ്യമാവുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവൻ ആരാണെന്ന് തുറന്ന് പറയാൻ അവൾ തയ്യാറാവുന്നില്ല. ഇങ്ങനൊരു കണ്ടീഷനിൽ പോലും അവനെ ഒറ്റിക്കൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. നീ എന്തായാലും നിന്റെ വാക്ക് പാലിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ നിന്നെ ഇതൊന്ന് ബോധ്യപ്പെടുത്തുന്ന തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇക്ഷ്യാവോ അവളെ അവിടെ തന്നെ വിട്ടിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും അവൾ നേരത്തെ വാങ്ങിയ ആ നായയും കൊണ്ട് അതിൻ്റെ ആൾ അവിടേക്ക് വരുന്നു. ആ കാലടയാളം പതിഞ്ഞ സ്ഥലത്ത് നായയെ കൊണ്ട് മണപ്പിച്ച് അവരെ കണ്ടുപിടിക്കാനായിട്ട് അവൾ അതിനെ പറഞ്ഞയക്കുന്നു. എന്നിട്ട് അതിൻ്റെ മാസ്റ്റർക്കൊപ്പം അവളും അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. സൂയികയുടെ ആർമിയിൽ കാലടയാളമൊക്കെ നോക്കിയിട്ട് അത് ശത്രുവാണോ അതോ തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണോ, അവരെങ്ങോട്ടാണ് പോയത്, എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ കഴിവുള്ള സോങ് എന്നൊരു സോൾജിയർ ഉണ്ടായിരുന്നു. അയാളാണ് സൂയിക നിർദ്ദേശം നൽകിയതനുസരിച്ച് ഒരാഴ്ചയോളമായിട്ട് ഈ സിറ്റിക്ക് പുറത്തിങ്ങനെ തിരച്ചിൽ നടത്തിയ ശേഷം ഈ വുയിങ്ങും സംഘവും മീറ്റ് ചെയ്ത സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ കൂടി നിന്ന് കുറച്ച് പേരൊരു മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിരിക്കുകയാണ് എന്നൊക്കെ സോങ് സൂയികയോട് പറഞ്ഞു കൊടുക്കുന്നു. അവർ പോയിരിക്കാൻ സാധ്യതയുള്ള വഴിയെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചപ്പോൾ ആ വഴിയിലൂടെ അന്ന് എന്തോ ഒരു ഒഫീഷ്യൽ ആവശ്യത്തിനായിട്ട് കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് പോയൊരു മിനിസ്റ്റർ തിരികെ വരാൻ സാധ്യതയുണ്ട് എന്ന് സൂയികയെ ഓർക്കുന്നു. അവിടുത്തെ കൊട്ടാരം സഭയിൽ ആകെ സൂയികയെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ ചുരുക്കം മന്ത്രിമാരിൽ ഒരാളാണ് അദ്ദേഹം. രാജാവ് ഇങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് കൂടി ഇല്ലെങ്കിൽ സൂയികയുടെ കണ്ടീഷൻ വളരെ മോശമായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലുക തന്നെ ആയിരിക്കണം വുയിങ്ങിൻ്റെയും സംഘത്തിൻ്റെയും ഉദ്ദേശമെന്ന് സൂയിക ഊഹിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവനും സംഘവും കൂടി അപ്പോൾ തന്നെ പുറപ്പെടുന്നു. ആ നായയെ ഫോളോ ചെയ്തു വന്ന ഇക്ഷ്യാവോയൊക്കെ എത്തിപ്പെടുന്നത് മാർക്കിസിൻ്റെ വീടിന് മുന്നിലാണ്. അവിടെ തൂക്കിയിരിക്കുന്ന മാർക്കിസിൻ്റെ വീടിൻ്റെ ആ ബോർഡ് കണ്ടപ്പോൾ തന്നെ ഇക്ഷ്യാവോ ആകെ ഷോക്കായി പോകുന്നുണ്ട്. അവിടെയുള്ള യാവോ ആണ് മെങ്ജുങ്റാൻ എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ശരിക്കും യാവോ തന്നെയായിരുന്നു സൂയികയ്ക്കെതിരായിട്ട് ഈ നീക്കങ്ങളൊക്കെ നടത്തുന്ന അവൻ്റെ ശത്രുവായിട്ടുള്ള മെങ്ജുങ്റാൻ. അവനായിരുന്നു റുയാനെ കൊല്ലാനായിട്ട് ഇപ്പോൾ 2 കൊലയാളികളെ പറഞ്ഞയച്ചത്. തങ്ങൾ മിഷനിൽ ഫെയിലായത് അവർ തിരികുമെന്ന് അവൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇക്ഷ്യാവോ അവിടെ വിട്ട് പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട് എന്ന് അവർ പറഞ്ഞ് അവൻ അറിയുന്നു. അവൾ അവരെ കണ്ടുവെന്ന് അറിഞ്ഞപ്പോൾ അവൾ എന്തായാലും അവരെ ഫോളോ ചെയ്ത് ഈ സ്ഥലം കണ്ടുപിടിക്കുമെന്നും തൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുമെന്നും അവൻ ഗസ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം സൂയികയുടെ വിവരം പറയുന്നതിന് വേണ്ടിയിട്ട് ഇക്ഷ്യാവോ അവൻ്റെ വീടിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് വരുമ്പോഴും അവൾ ആകെ സംശയിച്ചാണ് വരുന്നത്. അങ്ങനെ സംശയിച്ച് നിൽക്കുന്ന സമയത്താണ് യാവോയും അങ്ങോട്ടേക്ക് വരുന്നത്. അവനെ കണ്ടുകൊണ്ട് ഇക്ഷ്യാവോ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷേ യാവോ അപ്പോഴും എപ്പോഴത്തെയും പോലെ അഭിനയിച്ചുകൊണ്ട് അവളോട് വലിയ സൗഹൃദത്തോടെയൊക്കെയാണ് സംസാരിക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇക്ഷ്യാവോ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭിത്തിയിലേക്ക് ചേർത്ത് കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്ത് അവൻ്റെ കഴുത്തിന് നേർക്ക് പിടിക്കുന്നു. നിനക്കിങ്ങനെ അഭിനയിച്ച് മതിയായില്ലേ എന്ന് അവൾ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. റുയാൻ അവളോട് സത്യങ്ങളെല്ലാം പറഞ്ഞുവെന്നാണ് യാവോ വിചാരിക്കുന്നത്. എന്തായാലും അവൾ കാര്യങ്ങൾ അറിഞ്ഞുവെന്ന് അവന് മനസ്സിലാവുന്നു. സൂയികയെ നിന്നെ അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കണ്ടിരിക്കുന്നത്. എന്നിട്ടും അവനെ ചതിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നുവെന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. സൂയികയെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ അന്നത്തെ ആ യുദ്ധം നടക്കുന്ന സമയത്ത് അവനെ ആ ജീഷുവിലെ സിറ്റിക്കുള്ളിലേക്ക് കയറ്റി അവിടെ വെച്ച് കൊല്ലാനായിരുന്നല്ലോ ഷാനിങ്ഷിയുടെ പ്ലാൻ. അത് ഇവനും കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തയ്യാറാക്കിയത്. അന്ന് അവിടെ വെച്ച് സൂയിക കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ അവൻ ഈ പറയുന്നത് എങ്ങനെ സത്യമാവും? അവനെ ഉപദ്രവിക്കാൻ ഉദ്ദേശമില്ല എന്നെങ്കിൽ അവൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തയ്യാറാവില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അത് താൻ വിശ്വസിക്കില്ല എന്ന് ഇക്ഷ്യാവോ പറയുന്നു. സൂയികയെ കൊല്ലാനാണെങ്കിൽ എനിക്ക് 100 കണക്കിന് അവസരങ്ങളാണ് എൻ്റെ മുന്നിലുള്ളത്. സൂയിക ഒരിക്കലും എനിക്കെതിരായിട്ട്
ഒരു പ്രൊട്ടക്ഷൻ എടുത്തിട്ടേയില്ല. അവൻ എന്നെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതെന്ന് നിനക്കും അറിയാമല്ലോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അത് ശരിയാണ്, അവന് സുഖയെ കൊല്ലണമെങ്കിൽ അതിന് പല അവസരങ്ങളും ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് എന്ന് അവൾക്കും അറിയാം. പിന്നെ എന്തിനാണ് അവൻ ഷാജിങ് ഷിയുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അത് അധികം വൈകാതെ നിനക്ക് മനസ്സിലായിക്കോളും എന്നവൻ പറയുന്നുണ്ട്. താൻ സുഖയോട് ഇതിനെപ്പറ്റി പറയുമെന്ന് അവൾ പറഞ്ഞപ്പോൾ അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിന്നെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നത്. നീ അവനോട് ഇതിനെക്കുറിച്ച് പറയുന്ന നിമിഷം ഞാൻ എൻ്റെ പ്ലാൻ നടപ്പിലാക്കാൻ തുടങ്ങും. നീ ഇപ്പോൾ ഈ വിവരം പറയാൻ വേണ്ടിയിട്ട് സുഖയുടെ വീട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ആ സമയത്ത് കൊട്ടാരത്തിൽ ഒരാൾ രാജാവിൻ്റെ ജീവൻ എടുക്കും. അത് കഴിയുമ്പോൾ പിന്നെ സുഖയ്ക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നിനക്കറിയാമല്ലോ. അവന് അച്ഛനെ നഷ്ടപ്പെട്ട വേദന മാത്രമായിരിക്കില്ല, ഇപ്പോൾ അവനുള്ളതെല്ലാം അവന് നഷ്ടമാവും. അതുകൊണ്ട് എന്ത് വേണമെന്ന് നീ തന്നെ ആലോചിച്ച് ചെയ്യാൻ ഞാൻ അവളോട് പറയുന്നു. അത് മാത്രമല്ല, അവൾ തന്നെ ഒറ്റിക്കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ ജീവൻ എടുക്കാനും താൻ മടിക്കില്ല എന്നും അവൻ പറയുന്നുണ്ട്. ഇപ്പോൾ തൻ്റെ കാര്യം അവനോട് പറയാതിരിക്കുകയാണെങ്കിൽ തൻ്റെ പ്ലാനെല്ലാം നടപ്പിലായി കഴിയുമ്പോൾ സൂര്യയുടെ ജീവൻ മാത്രം ബാക്കി വെക്കാൻ താൻ തയ്യാറാണെന്നും യാവോ പറയുന്നുണ്ട്. നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കൊന്നാൽ നീ എന്ത് ചെയ്യുമെന്ന് ഇക്ഷ്യാവോ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ സമയം അവിടെ മറിഞ്ഞിരിപ്പുള്ള തൻ്റെ ആൾക്കാർ ആകാശത്തേക്കൊരു സിഗ്നൽ നൽകും. അതോടെ തൻ്റെ പ്ലാൻ ഓൾറെഡി നടപ്പിലായിക്കോളും എന്ന് അവൻ പറയുന്നുണ്ട്. അവൻ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ അവൻ്റെ കൂട്ടാളികളായിട്ടുള്ള ആ പെണ്ണുങ്ങൾ അവിടെ 2-3 ഭാഗങ്ങളിലായിട്ട് മറിഞ്ഞിരിക്കുന്നതും അവൻ ഇക്ഷ്യാവോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അവരുടെ കയ്യിൽ ആ ഫയർ സിഗ്നലും ഉണ്ടായിരുന്നു. അതോടെ ഇക്ഷ്യാവോയ്ക്ക് തൽക്കാലം പിന്മാറേണ്ടി വരുന്നുണ്ട്. സൂര്യയെ കണക്ക് കൂട്ടിയതുപോലെ തന്നെ വുയിങ്ങും സംഘവും ആ മിനിസ്റ്ററെ കൊല്ലാൻ വേണ്ടി തന്നെ പോയതായിരുന്നു. അദ്ദേഹം വരുന്ന വഴിയിൽ ഒരിടത്ത് ഒളിഞ്ഞു നിന്ന് ഇവർ അദ്ദേഹത്തിൻ്റെയും സംഘത്തെയും ആക്രമിക്കുന്നു. അദ്ദേഹത്തിന് അമ്പേൽക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട്. സുഗയും സംഘവും അവിടെ എത്തിയപ്പോഴേക്കും അവിടെ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. സുഗയുടെ കൂടെ ഉണ്ടായിരുന്ന സോങ് അവിടെ ഉണ്ടായിരുന്ന അടയാളങ്ങളൊക്കെ പരിശോധിച്ച് നിർദ്ദേശം നൽകിയതനുസരിച്ച് അവൻ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ സുഗയും സംഘവും വീണ്ടും ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. വുയിങ്ങിൻ്റെ സംഘം ഈ സമയം ആ മിനിസ്റ്ററെ ഫോളോ ചെയ്ത് അദ്ദേഹത്തെ വഴിയിലൊരിടത്ത് തടഞ്ഞിട്ട് കൊല്ലാനൊരുങ്ങുകയായിരുന്നു. എന്തായാലും അവർ കൊല്ലുന്നതിന് മുമ്പ് സുഗയും കൂട്ടരും കൂടി അവിടെ എത്തി ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വുയിങ്ങിനെ ഇതിന് മുമ്പ് കണ്ടിട്ടില്ലെങ്കിലും ഇക്ഷ്യാവോ പറഞ്ഞിട്ടുള്ള വുയിങ് ഇത് തന്നെ ആയിരിക്കുമെന്ന് സുഗ ഊഹിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഡെത്ത് ക്യാമ്പിലെ അവിടെ ഉണ്ടായിരുന്ന മിക്കവാറും അംഗങ്ങളെല്ലാം അവൻ്റെ ആൾക്കാർ കൊല്ലുന്നുണ്ട്. ആ മിനിസ്റ്റർ മരിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ടീഷനിൽ നിന്ന് ആ ഏറ്റ അമ്പിന് വിഷമുണ്ടെന്നാണ് തോന്നുന്നതെന്ന് ഫുയു സുഗയെ അറിയിക്കുന്നുണ്ട്. എന്തായാലും തലസ്ഥാന നഗരിയിലേക്ക് അദ്ദേഹത്തെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് സേഫ് അല്ല എന്ന് സുഗയ്ക്ക് അറിയാം. അതുകൊണ്ട് ഷുയേങ് ഇപ്പോൾ തിരികെ അവളുടെ ആ വില്ലേജിലേക്ക് പോയിരിക്കുകയാണല്ലോ. അവിടേക്ക് ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാനായിട്ട് അയക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാൻ അവൻ ഓർഡർ നൽകുന്നുണ്ട്.